ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് പറ്റിയൊരു സൂപ്പർ ഹെൽത്തി കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി കറിയാണ്, അതിനൊപ്പം തന്നെ നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിലിപ്പോൾ നാളികേരപ്പാലും അതുപോലെ തന്നെ പനീരും ക്യാരറ്റും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ സൂപ്പറായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, 5 മിനിറ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടു നല്ല ചപ്പാത്തിക്ക് പറ്റിയ ഒരു സൂപ്പർ സൈഡ് ഡിഷാണ് ഇത്. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ 3 തക്കാളി. 3 ക്യാരറ്റിന് 3 തക്കാളി എന്നാണ് ഇതിൻ്റെ ആ ഒരു കണക്ക്. ഇപ്പോൾ തക്കാളി ഞാൻ എടുത്തത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. ഇപ്പോൾ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുളിയുള്ള കറിയല്ല, എന്നാൽ നല്ലൊരു സ്വാദുള്ള, നമ്മൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളടക്കം ഈ കറി കൂട്ടി കഴിക്കും, അത് ഉറപ്പാണ്. അത്രയും നല്ല സ്വാദുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ എന്താ പറയുക, ക്യാരറ്റും ഇത് അത്യാവശ്യം കുറച്ച് നല്ല മധുരമുള്ളൊരു ക്യാരറ്റാണ്. അപ്പോൾ പുളിക്കനുസരിച്ച് വേണമെങ്കിൽ തക്കാളി കുറയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തക്കാളി വല്ലാതെ പുളിയുള്ള തക്കാളി വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊട്ടും പുളിയില്ലാത്ത തക്കാളിയാണ്. ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്യാരറ്റിന് 3 തക്കാളി എന്നാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാൽ മതി. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, നല്ല സ്വാദുള്ളൊരു കറിയാണ്, തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കറി. തക്കാളി ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ചിട്ടാൽ മതി. ഇതിനി ഒന്ന് വേവിക്കണം, കുറച്ച് വെള്ളം ഒഴിക്കുക, ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം കുറച്ച് ഒഴിക്കണ്ടു. ഇപ്പോൾ തക്കാളി മുറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ട് വേവിക്കുക, 2-3 വിസിൽ വന്നാൽ മതിയാവും. ഞാനിത് അടച്ച് വെച്ച് വേവിച്ചതിൻ്റെ ശേഷം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്കൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അരച്ചെടുക്കാം. ചൂടാറിയതിൻ്റെ ശേഷം ചെയ്യാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. ഇതിന് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ബാക്കിയുള്ളത് കളയേണ്ട ആവശ്യമില്ല, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാം. അത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു ലേശം മതി, അധികമൊന്നും വേണ്ട. ഇതധികം ഓയിലൊന്നും ഈ കറി ഉണ്ടാക്കുമ്പോൾ വേണ്ട. ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണിത്. ഇനിയിപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇനി കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ചി ഇങ്ങനെ കടിക്കാൻ അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് അത് പിടിക്കുകയും ചെയ്യും. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്താൽ മതി, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് ഒരു ലേശം കായപ്പൊടി ചേർക്കാം. സാമ്പാറിലൊക്കെ ഇടുന്ന അതേ കായം തന്നെയാണ്. ഒരു 2 നുള്ള്, അധികം പാടില്ല കായപ്പൊടി. കായത്തിൻ്റെ മണം ഇങ്ങനെ കറിയിൽ മീതെ വരാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ കായപ്പൊടി ഇടണം. കഷ്ടി ഒരു 2 നുള്ളായിട്ട് അങ്ങനെ ഇട്ടാൽ മതി.
വളരെ കുറച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചിട്ടിട്ടേ നോക്കാവൂ, കുറേയൊന്നും ഇടരുത്. പിന്നെ ആ കായത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കറിയിൽ മീതങ്ങനെ എടുക്കും, അത് പിന്നെ നന്നാവില്ല. ഇങ്ങനെ ബ്ലെൻഡായ രീതിയിൽ ആ കറി കറി ആ കായത്തിൻ്റെ കറിയിൽ നന്നായിട്ട് ചേർന്ന് പോകുന്ന ആ ഒരു രീതിയിൽ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം മുളക് പൊടി, ഞാനൊരു സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ എരിവൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മുളക് പൊടിയൊക്കെ വെച്ചാൽ ഒരു 1/2 സ്പൂണൊക്കെ മതിയാവും, എരിവുള്ളതൊക്കെ വെച്ചാൽ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഒന്ന് മൂത്തോട്ടെ. ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ക്യാരറ്റും തക്കാളിയും കൂടി അരച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുകയാണ്. പേസ്റ്റിൻ്റെ കൂടെ ഈ പേസ്റ്റ് ഇപ്പോൾ വഴറ്റാനൊന്നുമില്ല, ഇതന്നെ അങ്ങനെ റോ ടേസ്റ്റൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഈ കുക്കറിലത്തെ ആ വെന്ത വെള്ളമില്ലേ, പച്ചക്കറി വെന്ത വെള്ളം, അതന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം അതിലിപ്പോൾ ഒരു വൈറ്റമിൻസ് ഒക്കെ ഉള്ളതല്ലേ, ഇനി അതൊന്നും നഷ്ടപ്പെടണ്ട. അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇതിങ്ങനെ വല്ലാതെ വെള്ളത്തോടക്കനുള്ളൊരു ഗ്രേവി അല്ല കേട്ടോ, അങ്ങനെ ഒരു കുറച്ച് ഇതാ ഈ ഒരു പരുവാണ് ആ ഗ്രേവിയുടെ. അത് ഇനിയും സാധനങ്ങൾ നമുക്കിതിൽ ചേർക്കാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലിങ്ങനെ തക്കാളിയുടെ പുളിയൊന്നും ഇങ്ങനെ മീത വരാൻ പാടില്ല. ഞാൻ പറയില്ലേ, ക്യാരറ്റിൻ്റെ ആ മധുരവും തക്കാളിയുടെ പുളിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു പരുവാണ് ആ കറിയുടേത്. അങ്ങനെ പുളിയുള്ളൊരു കറി അല്ല അത്. നന്നായിട്ട് തിളക്കട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാല ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നമ്മൾ ഉപ്പൊക്കെ പാകമാണോ നോക്കുക. അപ്പം എല്ലാം പാകമാണ്, ഞങ്ങൾക്ക് നോക്കി. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക. അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ഫ്രഷ് തേങ്ങാപ്പാൽ ചേർക്കുക വെച്ചാൽ 1/2 മുറി തേങ്ങയുടെ തിക്കായിട്ടുള്ള പാൽ തന്നെ ചേർക്കണം. 1-ാം പാല് തിക്ക് മിൽക്ക് തന്നെ, കോക്കനട്ട് മിൽക്ക് ചേർക്കുക. ഈ കോക്കനട്ട് മിൽക്കാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. അപ്പോൾ അത് മസ്റ്റാണ്, കോക്കനട്ട് ഓയിൽ ചേർക്കണം. കോക്കനട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ഓഫ് ചെയ്യുക, തിളയ്ക്കണ്ട, ചൂടായാൽ മതി. കാരണം ഇത് 1-ാം പാലാണ്, പിരിഞ്ഞു പോവും. തലപ്പാൽ എന്നൊക്കെ പറയില്ലേ, അതന്നെ. കോക്കനട്ട് പാല് പിന്നെ നിങ്ങൾ പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്, 25 ഗ്രാമിൻ്റെ പാക്കറ്റ് കിട്ടും. ആ ഒരു ഫുൾ പാക്കറ്റ് ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളത്തിൽ, വല്ലാതെ ചൂട് വേണ്ട, ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ ഒരു 1/2 മുറി തേങ്ങയുടെ പാല് എടുത്താൽ മതി. അത് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ലേശം ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് പാല് ഫുള്ളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ തലപ്പാൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അതിൽ തേങ്ങാപ്പാലൊന്നും ബാക്കി അധികം ഉണ്ടാവില്ല, നല്ല തിക്കായിട്ടുള്ള പാൽ. അതിലേക്ക് ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ പനീർ ഇടാം. ഇനി പനീർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം പറ്റി. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. പനീർ ആദ്യം ഇടണം. പനീർ ഒന്ന് ബോയിലായതിൻ്റെ ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ, ഏറ്റവും ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. ഞാനും അറിയാതെ പെട്ടെന്ന് പനീർ ഇടേണ്ട കാര്യം മറന്നുപോയി, ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണ്ട, ആദ്യം പനീർ ഇടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലായതിൻ്റെ ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ ഇതാ പനീർ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
1-2 മിനിറ്റ് തിളച്ചാൽ മതി. പനീർ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല, അത് ഹാർഡായി പോവും. അപ്പോൾ പനീർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പനീർ ഉപയോഗിക്കുക. അപ്പോൾ അധികം തിളപ്പിക്കുന്നിരുത്, ജസ്റ്റ് പനീർ നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പനീർ ചേർത്താലും തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നുമില്ല, കണ്ടില്ലേ? തേങ്ങാപ്പാൽ ഒട്ടും പിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പനീർ ചേർത്താൽ മതി, എന്നിട്ട് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഇനി അവസാനം കുറച്ച് മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അടിപൊളി സൂപ്പർ കറി ഒക്കെ തയ്യാറായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണത്. നമ്മൾ ക്യാരറ്റ് അരച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് മടിക്കും, പക്ഷെ അങ്ങനെ ആവരുത്. സംഭവം നല്ല അടിപൊളി കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് പനീരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.